ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നെക്സ്റ്റ് വീക്കിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവൽസുകൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മന്ത്ലി ചാർട്ടിൽ ഹൈയും ലോയും നമുക്ക് മാർക്ക് ചെയ്യണം. പിന്നെ നമുക്കതിനെ പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണുമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ആഴ്ചയ്ക്ക് ട്രേഡ് ചെയ്യാനുള്ള ട്രേഡിംഗ് റേഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഈ മാർക്കറ്റ് നമ്മൾ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഹൈയും ഇവിടെ പ്രീവിയസ് ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഹൈ നമുക്കിതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ന്യൂ ഹൈ മാർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഈ ലോയും നമ്മുടെ ഇപ്പോഴത്തെ ഹൈയും നമുക്ക് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് ഫിബ് വെച്ചിട്ട് 50% ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ളത് പ്രീമിയം സോണും താഴത്തുള്ളത് ഡിസ്കൗണ്ട് സോണുമാണ്. അപ്പോൾ പ്രീമിയം സോൺ ഡിസ്കൗണ്ട് സോൺ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രീമിയം സോണിലാണ് സെൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഡിസ്കൗണ്ട് സോണിലാണ് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും നമുക്ക് മന്ത്ലിയിൽ കിട്ടി. അപ്പോൾ മന്ത്ലി അനാലിസിസ് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു നെക്സ്റ്റ് ടൈം ഫ്രെയിം, ഒരു വീക്കിലി ടൈം ഫ്രെയിം ഒരു വീക്കിലി ടൈം ഫ്രെയിം നമുക്ക് ചൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്കൊരു ബെയറിഷ് FVGയിലാണ് ഇനി അപ്കമ്മിങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ലെവലിൽ നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബെയറിഷ് FVGയിലാണ് ഓൾറെഡി ഉള്ളത്. പക്ഷേ നമുക്ക് ഒരു റിവേഴ്സൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. എന്താ കാരണം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് ഇവിടെ നിന്ന് കാണുന്നത്. എപ്പോഴും ഒരു FVGന്ന് ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ സെറ്റപ്പ് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് FVG ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ റിവേഴ്സൽ കിട്ടണം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വീപ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ നടന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ലോ ബ്രേക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് നല്ലൊരു ഫാള് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബുള്ളിഷ് FVG കൂടി നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേക്കൊക്കെ ഈ ബുള്ളിഷ് FVG നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്നതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽ സൈഡിലേക്ക് പോകേണ്ടതാണ്. കാരണം ഓൾറെഡി താഴെ നമുക്ക് ഒത്തിരി ലെവൽസുകളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു പ്രീമിയം സോളാണ് ഉള്ളത്. ഇതുവരെ നമുക്കൊരു റിവേഴ്സൽ നമുക്ക് കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഇനിയിപ്പോൾ മുകളിലത്തെ ഹൈ എടുക്കോ അതോ ഈ FVG ബ്രേക്ക് ചെയ്ത് നമുക്ക് ഒരു റിവേഴ്സൽ FVG ആയിട്ട് നമുക്ക് താഴത്തേക്ക് വരുമോ ഇല്ലയെന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ വീക്കിലി അനാലിസിസ് നമുക്കിവിടെ FVGയുടെ അവിടെ ടാപ്പ് ചെയ്തേക്കണ ആ ഒരു ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ താഴെ നമുക്കൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾക്ക് റിവേഴ്സലിന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും അതിനൊപ്പം തന്നെ ഒരു FVGയും കൂടി ഉള്ളതുകൊണ്ട് ആ ലെവലൊരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു ഇൻട്രാഡേ റിവേഴ്സൽ 1 മിനിറ്റ് 3 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനി നമുക്ക് 1 ഡേ ട്രേഡിലേക്ക് നമുക്ക് ചാർട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ലെവൽസുകളൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഡെയിലി ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മേജറായിട്ടുള്ള ഇൻസൈഡ് ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മെയിനായിട്ടുള്ളൊരു മദർ ക്യാൻഡിൽ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ അതിനെ ഓവർലാപ്പ് ചെയ്യാണ്ട് നമുക്കൊരു ഇൻസൈഡ് ക്യാൻഡിലും ഉണ്ടാവും. ഇപ്പോൾ മെയിൻ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് ഡേ ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടിയിലാണ് ആദ്യം ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ മുകളിൽ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കൂടി, അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്, അതും കൂടി എടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താഴത്തുള്ള FVG എടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കൂടിയും എടുക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൂടി എടുത്തിട്ട് വേണമെങ്കിൽ താഴത്തേക്ക് നമ്മുടെ FVGയോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലത്തെ ലെവൽസിലോ പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അതെടുത്തിട്ട് പിന്നെ നമുക്ക് മുകളിലുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൂടിയും എടുക്കാനുള്ള ചാൻസുകൾ. ഇനി നമുക്ക് നോക്കേണ്ടത് 4 ഹവറിൻ്റെ
താഴെയുള്ള ടൈം ഫ്രെയിമായ 1 hour ചാർട്ടാണ്. അപ്പോൾ അവർലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബെയറിഷ് ട്രെൻഡാണ് ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെയറിഷ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഒരു ഹൈ, ഒരു ലോ, ഒരു ലോവർ ഹൈ, ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ആ ഒരു ഫോർമേഷനാണ് നമുക്കിവിടെ അവർലി ചാർട്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ട്രെൻഡിൽ നിന്ന് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഒരു ലിക്വിഡിറ്റി, ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓൾറെഡി ഇവിടെ ലിക്വിഡ് സ്വീപ്പ് നടന്ന് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുകയാണ്. ആ നിൽക്കണമെന്ന് പറയുന്നത് ഓൾറെഡി ഒരു ലോവർ ടൈം ഫ്രെയിമിൻ്റെ ഒരു FEG ഏരിയയും കൂടിയാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു FEG ഉണ്ടാവാനുള്ള ചാൻസുകളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ FEGയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീണ്ടും ഒരു ബെയറിഷ് FEG ആണത്, വീണ്ടും താഴത്തേക്ക് ഉള്ള മൂവ്മെൻറ്റും നമുക്ക് ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു FEG ഈ ഒരു ഏരിയയിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിം നമ്മൾ എന്തെങ്കിലും പറയും. അപ്പോൾ ഓൾറെഡി ഇവിടെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ FEGയിൽ നിന്ന് നമുക്ക് വീണ്ടും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിക്കിലോ അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആദ്യം എടുത്ത് നമുക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ചിട്ട് ഏത് ലിക്വിഡിറ്റിയാണ് ആദ്യം എടുക്കണമെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ എന്തായാലും ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമായ 50 മിനിറ്റിൽ നമുക്ക് നോക്കാം. അപ്പോൾ 50 മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് തൊട്ടടിയിലായിട്ട് നമുക്കൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൂടിയും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ലോ നമുക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മുകളിലൊരു 2 ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിവേഴ്സൽ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ഇൻട്രാഡേയിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 50 മിനിറ്റ് എന്നുള്ളത് ലോവർ ടൈം ഫ്രെയിമായ 3 മിനിറ്റോ അല്ലെങ്കിൽ 1 മിനിറ്റോ ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ട്രേഡുകൾ കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓൾറെഡി FEG ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴെ നമുക്ക് എന്തിട്ടുള്ളത് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് നമുക്ക് മാർക്ക് ചെയ്യാം. എല്ലാം ഗ്യാപ്പും എപ്പോഴെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്യാപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഗ്യാപ്പിൽ നമ്മുടെ ആ ലോ നമുക്ക് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ലെവൽ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നിഫ്റ്റിയുടെ മേജറായിട്ടുള്ള ലെവൽസ്. ഇത് നമുക്ക് എന്തായാലും നല്ല നല്ല ലെവൽസുകൾ നമുക്ക് ഇൻട്രാഡേ സെക്ഷനിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ജോയിൻ ചെയ്തോളുക. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസും കൂടി നമുക്ക് ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ട് നമുക്കൊരു പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഒരു BOS ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ന്യൂ ഹൈയും ഒരു ലോയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ നമുക്കിവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ ഹൈ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണിലാണോ മാർക്കറ്റ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫിബ് വെച്ചിട്ട് നമുക്കൊരു ഹൈയും ലോയും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും നമുക്ക് കിട്ടും. ഇപ്പോൾ 50% മുകളിലുള്ളത് പ്രീമിയം സോണും താഴത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് സോണുമാണ്. ഓൾസോ നമുക്ക് ഇവിടെ ഒരു FEG കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു മന്ത്ലി FEG നമുക്ക് കറക്റ്റ് എവിടെയാണെന്നുള്ളത് നമ്മുടെ 50% ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് കറക്റ്റ് FEG ഉള്ളത്. അപ്പോൾ നമുക്കതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എപ്പോഴും ഒരു ഇക്വിലിബ്രിയം സെക്ഷനിൽ നമുക്കൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു FEG കൂടിയും കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് അതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ലെവൽസുകൾ നമുക്ക് അതായത് വീക്കിലിയിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ FEG നമുക്കിവിടെ വേണമെങ്കിൽ നമുക്കൊരു മിനിമൈസ് ചെയ്ത് നമുക്കൊരു 50%ലേക്ക് നമുക്ക് മാറ്റാം. കാരണം അത് ഒരു ബുള്ളിഷ് സൈഡിലേക്ക് ഒരു FEG ആണ്. അത് നമുക്ക് ഡിസ്കൗണ്ട് സോണിലാണ് നമുക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഡിസ്കൗണ്ട് സോണിലേക്ക് അത് മിനിമൈസ് ചെയ്തത്. ഇതിന് താഴെ നമുക്ക് ഒരു വീക്കിലി
ഓർഡർ ബ്ലോക്ക്, ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കൂടി നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അതും നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ്, ഇവിടെ ഓൾറെഡി ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാ ഗ്യാപ്പിൽ നമുക്കൊരു ലിക്വിഡിറ്റിയും കൂടി നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്യാപ്പുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് നല്ല നല്ല ട്രേഡുകൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ റിവേഴ്സിലൊക്കെ നമുക്ക് വളരെയധികം ചാൻസ് കൂടുതലുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമായ വീക്കിലിയുടെ ലോവർ ടൈം ഫ്രെയിമായ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസുകൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഒരു ഡെയിലി ഫ്രെയിമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് എവിടേക്കാണ് ഇനി പുതിയ ലെവൽസുകളും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡെയിലിയിലേക്ക് നമുക്ക് ചാർട്ട് മാറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ഡെയിലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബെയർ സൈഡിലേക്കുള്ളൊരു ഒരു ബുള്ളിഷ് OB നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലിക്വിഡിറ്റി കൂടി നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ കഴിഞ്ഞ് നമുക്കൊരു വലിയ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടായത്. അപ്പോൾ നമുക്കതിൽ ഈ ലോ നമുക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാം, ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ആ ഓർഡർ ബ്ലോക്കിൻ്റെ ലോ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റിയും കൂടിയാണ്. അപ്പോൾ നമുക്കൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്കത് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഇൻട്രാഡേ ഒരു ട്രേഡിനൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. എന്തായാലും ഒരു 1:3 മിനിമം കിട്ടാവുന്ന ട്രേഡൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ ഏരിയ എന്നൊക്കെ നമുക്ക് എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് നമുക്ക് തൊട്ട് താഴെ നമുക്കുള്ള FVG നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡബിൾ കൺഫർമേഷനാണ്. അവിടെ നിന്ന് നല്ലൊരു ബുള്ളിഷ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ലോവർ ടൈം ഫ്രെയിം കൂടി കൺസിഡർ ചെയ്തിട്ട് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എടുക്കേണ്ടത് 4 അവർ ടൈം ഫ്രെയിമാണ്. 4 അവറിലേക്ക് ഇനി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 4 അവർ ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലൊരു മാർക്കറ്റ് നിൽക്കുന്ന വെച്ചാൽ ഒരു ബെയറിഷ് സൈഡിലേക്കുള്ളൊരു ട്രെൻഡ് ഫോർമേഷനായിട്ടാണ് ഒരു നിഫ്റ്റി 4 അവർ ചാർട്ടിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒരു സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഈ ഒരു ഇത് ഹൈ ആണ്. അപ്പോൾ ഓൾറെഡി ഒരു പ്രീവിയസ് ഹൈനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടെന്നിട്ടാ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പ്രീവിയസ് ലോ നമുക്ക് വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻറ്റേർണലി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് 4 അവറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 അവറിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും സ്വീപ്പും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു FVG കൂടി നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു FVG നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഈ ഏരിയയിൽ നമുക്കൊരു FVG ലോവർ ടൈം ഫ്രെയിമിൽ എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് FVG ഉള്ളത് കൊണ്ട് തന്നെ അതിന് തൊട്ട് താഴെയുള്ള ഹൈ നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിബ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും നമുക്ക് കിട്ടും. കാരണം ഓൾറെഡി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൻ്റെ ഒരു ഡിസ്കൗണ്ട് സോണും പ്രീമിയം സോണും നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു FVG വരുന്നത് നമുക്ക് പ്രീമിയം സോണാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ലെവൽ കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ 4 അവർ ചാർട്ടിൽ. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നമുക്ക് 1 അവർ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ ഒരു FVG ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്കൊരു 50 മിനിറ്റിൽ നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. തൊട്ട് താഴെ നമുക്ക് ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഇവിടെ മാർക്ക് ചെയ്യാം. ചെറിയൊരു ഗ്യാപ്പാണ്. അപ്പോൾ എന്തായാലും അതും ഫില്ല് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിന് തൊട്ട് മുകളിലായിട്ടുള്ള ലോ നമുക്ക് ഒരു നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടും കൂടി നമുക്ക്
മാർക്ക് ചെയ്യാം. അപ്പോൾ സെൽഫ് സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു റിവേഴ്സൽ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ലെവലോട് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് അവർലി ടൈം ഫ്രെയിമിലുള്ള ലെവൽസ്. ഇനി നമ്മുടെ മെയിൻ ട്രേഡിംഗ് ടൈം ഫ്രെയിമായ 15 മിനിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസുകൾ കിട്ടുന്നതായിരുന്നു. അപ്പോൾ 15 മിനിറ്റിലെ ടൈം ഫ്രെയിമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോ ടൈം ഫ്രെയിം ബെയറിഷ് എഫ്ഇജി നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു എഫ്ഇജി ഫോം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു പ്രീമിയം സോണിൽ തന്നെയാണ് നമുക്ക് ആ എഫ്ഇജി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ എഫ്ഇജി നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. അതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് ആ വിക്ക്, അതിൻ്റെ ഓൾറെഡി മേടിച്ചത് ഹൈയുടെ ആ വിക്കിന് നമുക്ക് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. എന്തുകൊണ്ടാണ് വിക്ക് ഓർഡർ ബ്ലോക്കായിട്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഇനി വീണ്ടും പറയണില്ല. അപ്പോൾ അതൊരു ബെയർ ഷോബയായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒരു ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്ക് നമ്മുടെ എഫ്ഇജിയോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലോ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഈ ലെവലുകളൊക്കെ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇൻട്രാഡേ ലെവൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ലെവലുകളാണ്. അപ്പോൾ എന്തായാലും ഈ 2 ലെവലിൽ ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഹൈ അതൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ആ ഹൈ ടാപ്പ് ചെയ്യാനോ പുതിയൊരു ഹൈ ഉണ്ടാക്കി നമുക്ക് വീണ്ടും താഴത്തേക്ക് മാർക്കറ്റ് വരാനോ ചാൻസ് കൂടുതലാണ്. അപ്പോൾ താഴത്ത് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കണ ആ ഒരു സെൽഫ് സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമ്മുടെ ഗ്യാപ്പിൽ ചേർന്നുള്ള സെൽഫ് സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് വരാനുള്ള ചാൻസും നമുക്ക് കൂടുതലാണ്. അപ്പോൾ ഈച്ച് ടൈം നിങ്ങൾ ഈ ലെവൽസിലേക്ക് ഇൻട്രാഡേയിൽ എത്തുമ്പോൾ നിങ്ങൾ 1 മിനിറ്റിലോ അല്ലെങ്കിൽ 3 മിനിറ്റോ ടൈം ഫ്രെയിമിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് ഒരു റിവേഴ്സൽ എന്ന് വെച്ചാൽ ഹൈ ലോ ലോവർ ഹൈ ആ ഒരു സെറ്റപ്പ് നമുക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു എഫ്ഇജിന്നോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിന്നോ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സെൽഫ് സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു റിവേഴ്സലാണ്. അപ്പോൾ നമ്മളൊരു ബുള്ളിഷ് സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇവിടെ നമ്മൾ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ലോസൊക്കെ നമുക്ക് ഒരു 15 മിനിറ്റ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതാണ്. ഓൾറെഡി നമുക്ക് സെൽഫ് സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു താഴത്തേക്ക് ഒരു ഫാള് വരാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ്. ഒത്തിരി ലിക്വിഡിറ്റീസ് നമുക്ക് താഴെ കിടപ്പുണ്ട് അൺഎക്സിക്യൂട്ടഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ലെവലുകളൊക്കെ എടുത്തിട്ട് വേണം ഇനി മുകളിലേക്ക് ഫർദർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോയിൽ നമ്മുടെ ഇനി എന്തെങ്കിലും ഇൻട്രാഡേ അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജോയിൻ ചെയ്ത ലിങ്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ.